ഇന്ന് മെയ് 14 UAE 5 ലക്ഷം ഗുളികകൾ ഇന്ത്യക്ക് കൊടുത്തയച്ചു. ഫാവിപിറാവിർ എന്ന് പറയുന്ന കോവിഡ് മെഡിസിനാണ് കൊടുത്തയച്ചിരിക്കുന്നത്. ഇത്രയും ആളുകൾക്ക് ആശ്വാസം പകരുന്ന ഒരു തീരുമാനമാണ് UAE പൊടുന്നനെടുത്തത്. ഇത് ഞങ്ങളുടെ ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞ് കൊടുത്തയച്ചിരിക്കുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് ട്വിറ്ററിലൂടെയും മറ്റും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ 500,000 ടാബ്ലറ്റ്സ് ഈ സമയത്ത് ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നറിയിച്ചിട്ടുണ്ട്. ഫാവിപിറാവിർ എന്നാണ് അതിന്റെ പേര്. ഒരു വിമാനം അങ്ങനെ നാട്ടിലേക്ക് അത്യാവശ്യ മെഡിസിനുമായിട്ട് പോയപ്പോൾ മറ്റൊരു വിമാനം ഇസ്രയേലിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇടുക്കി സ്വദേശിനി സൗമ്യ സന്തോഷിന്റെ മൃതദേഹവുമായിട്ട്. ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നഴ്സാണ്. ഒരു കെയർ ടേക്കർ എന്നോ കെയർ ഗീവർ എന്നോ പറയാവുന്ന ധാരാളം ആളുകൾ ഇസ്രയേലിൽ ജോലി ചെയ്യുകയാണ്, ഇന്ത്യക്കാരടക്കം. ചില വീടുകളിൽ സേഫ് റൂം ഉണ്ടാവില്ല. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും റോക്കറ്റ് ആക്രമണത്തിന്റെ വിഷയം ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഇസ്രയേൽ, ഫലസ്തീൻ പ്രദേശം, ഈ ഗാസ സ്ട്രിപ്പ് അടങ്ങുന്ന പ്രദേശങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ പല വീടുകൾക്കും കെട്ടിടങ്ങൾക്കും സേഫ്റ്റി റൂം ഉണ്ടാകും. പക്ഷേ സൗമ്യ നിന്ന വീട്ടിൽ ആരെയാണോ നോക്കാൻ വേണ്ടി പരിരക്ഷിക്കാൻ വേണ്ടി നിന്നത്, ആ വീട്ടിൽ സേഫ്റ്റി റൂം ഉണ്ടായിരുന്നില്ല. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, റോക്കറ്റ് വീഴുന്നു, മരിക്കുന്നു. മൃതദേഹം നാളെ ശനിയാഴ്ച മെയ് 15 ഇടുക്കിയിലെത്തും എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ കുട്ടികളാണ് വിഷയം. കുട്ടികൾക്ക് ഭയമാണ്, കുട്ടികളെക്കുറിച്ച് ഓർമ്മിച്ചും ഭയമാണ്. ഇതാണ് ഫലസ്തീൻ മേഖലയിൽ നിന്ന് ചില പ്രമുഖർ നൽകിയിരിക്കുന്ന സന്ദേശം. 21 വയസ്സുള്ള ഒരു ലെബനീസ് പ്രതിഷേധക്കാരൻ ഇസ്രയേൽ ഫോഴ്സിന്റെ വെടിയേറ്റ് മരിച്ചു. മറ്റൊരാൾ ഗുരുതരാവസ്ഥയിലാണ്. ഒരു വേലി പൊളിച്ച് അങ്ങോട്ട് പോയി പ്രതിഷേധം നടത്താൻ വേണ്ടി പോയതാണ്. ഇസ്രയേൽ പറയുന്നു, മുന്നറിയിപ്പ് വെടിയുണ്ടകൾ മാത്രമേ ഇപ്പോൾ നൽകിയിട്ടുള്ളൂ. ഗസ സ്ട്രിപ്പിൽ നിന്ന് ഹമാസ് ആയുധങ്ങൾ എടുക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രതിഫലനം ഇനി ഉണ്ടാകാൻ പോകുന്നതേയുള്ളൂ എന്നാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതുവരെ നടന്ന സംഘർഷങ്ങളിൽ കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ 119 ഫലസ്തീൻ പൗരന്മാരും 8 ഇസ്രയേലി പൗരന്മാരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ 1 നമ്മുടെ സൗമ്യ സന്തോഷാണ് ഈ 8 പേരിൽ എന്ന കാര്യം തിരിച്ചറിയണം. അതേസമയം ശുഭകരമായ ഒരു കാര്യം പറയട്ടെ, എല്ലാവരും ഒന്നിച്ചു ചേർന്ന് അതിശക്തമായ ചില ഇടപെടലുകൾ ഈ ഒരു യുദ്ധസമാന അന്തരീക്ഷം ഒഴിവാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വിജയത്തിലെത്തും എന്ന പ്രതീക്ഷയാണ് ഒടുവിൽ കിട്ടിയിരിക്കുന്നത്. പല രാജ്യങ്ങളിലും ഫലസ്തീൻ അനുകൂലമായി, ഇസ്രയേലിന് വിരുദ്ധമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. അതേസമയം യൂറോപ്യൻ യൂണിയനിൽ ഇസ്രയേലിന് അനുകൂലമായി, ഫലസ്തീന് വിരുദ്ധമായി പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തെ ഗവൺമെന്റ് ബിൽഡിംഗുകളിൽ ഇസ്രയേലിന്റെ പതാക ഓസ്ട്രിയയുടെ പതാകയ്ക്കൊപ്പം പാറുകയാണ് എന്ന കാര്യം കൂടി അറിയണം. 2 ഫലസ്തീൻകാർ കൊല്ലപ്പെട്ട സ്ഥലമെന്നറിയാമോ? ഇന്ന് വെസ്റ്റ് ബാങ്കിലാണ്. ആ ഗ്രാഫൊക്കെ മനസ്സിൽ വരുന്നവർക്ക്, മാപ്പ് മനസ്സിൽ വരുന്നവർക്ക് അറിയാം ഗസ സ്ട്രിപ്പ് എവിടെ കിടക്കുന്നു, ടെൽ അവീവ് എവിടെ കിടക്കുന്നു, അതേസമയം വെസ്റ്റ് ബാങ്ക് എവിടെ. ഫലസ്തീൻ അതോറിറ്റി ഭരിക്കുന്ന വെസ്റ്റ് ബാങ്കിന്റെ അടുത്തൊന്നുമല്ല ഗസ സ്ട്രിപ്പ്, ഹമാസ് ഭരിക്കുന്ന ഗസ സ്ട്രിപ്പ്. അപ്പോ ടെൽ അവീവിൽ നിന്ന്, ഇസ്രയേലിൽ നിന്ന് ഈ 2 ഭാഗത്തേക്കും ഇങ്ങേയറ്റം കിടക്കുന്ന, നമ്മുടെ ചെങ്കടലിന്റെ ഓരം ചേർന്നൊക്കെ കിടക്കുന്ന, മെഡിറ്ററേനിയൻ സീയുടെ ചേർന്ന് കിടക്കുന്ന ഗസ സ്ട്രിപ്പിലേക്കും ആക്രമണം നടത്തുന്നു. അങ്ങ് ചാവുകടലിന്റെ ഇപ്പുറം ചേർന്ന് കിടക്കുന്ന വെസ്റ്റ് ബാങ്ക് ഭാഗത്തേക്കും ജെറുസലേം ഭാഗത്തേക്ക് പോലും കടന്നു പോകുന്നു ബോംബറുകൾ എന്ന് തിരിച്ചറിയണം. ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്തൊരു കാര്യം ഒത്തിരി പേർ ചോദിച്ചതാണ്. ഈദിന്റെ ദിവസം അവധിയാണ്, പക്ഷെ പല സ്ഥാപനങ്ങളിലും ഓവർ ടൈം ചെയ്യേണ്ടി വരുന്ന ജീവനക്കാരുണ്ട് UAE. സാധാരണ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകൾ, റെസ്റ്റോറന്റുകൾ, കഫ്റ്റീരിയകൾ, ബാർബർ ഷോപ്പുകൾ, ഇവിടങ്ങളിലൊക്കെ ഈദിന് അവധിയില്ലാതെ ഉള്ള മണിക്കൂറുകൾ സാധാരണ വർക്ക് ചെയ്യുന്നതിന് അപ്പുറമുള്ള രൂപത്തിൽ ആശുപത്രികളൊക്കെ ജോലി ചെയ്യേണ്ടി വരികയാണ്. പലരും അവധിയെടുക്കുന്നത് കൊണ്ട് ഉള്ളവർ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. അപ്പോൾ ഓവർ ടൈമിന്റെ കണക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടില്ലാത്ത വിധം
തൊഴിൽ ഉടമകൾക്കും തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധം ഒരു കണക്ക് സൂചിപ്പിച്ച് നാളെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണ ഒരു ആഴ്ചയിൽ 48 മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടത്. 6 × 8 മണിക്കൂർ. ഈ 48 മണിക്കൂറിനപ്പുറം പോയാൽ ഓവർ ടൈമായി കണക്ക് കൂട്ടണം എന്നാണ് നിയമം. പലപ്പോഴും പല കമ്പനികളിലും അതൊന്നും കണക്ക് കൂട്ടപ്പെടുന്നില്ലെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ കണക്ക് കൂട്ടപ്പെടേണ്ടതാണ്. അതായത് ഒരു മണിക്കൂറിന് എത്രയാണോ ഒരാൾക്ക് കാശ് കിട്ടുന്നത്, 50 രൂപയാണോ 25 രൂപയാണോ 100 രൂപയാണോ എത്രയാണെങ്കിലും ദിർഹം എത്രയാണോ അതിന്റെ 25% അധികം കൊടുക്കണം. ഇതിനു വേണ്ടി 25% അധികമായിട്ട് കൊടുക്കേണ്ടത്. 100 ദിർഹമാണ് ഒരു മണിക്കൂറിന് ഒരാൾ ജോലി ചെയ്യുന്നതെങ്കിൽ 125 കൊടുക്കണം ഓവർ ടൈമിന് എന്നർത്ഥം. ഇനി രാത്രി 9-നും വെളുപ്പിനും 4-നും ഇടയിലാണ് ഈ ഓവർ ടൈം വരുന്നതെങ്കിൽ അടിസ്ഥാന മണിക്കൂർ ശമ്പളത്തിന്റെ 50% അധികമായിട്ട് കൊടുക്കേണ്ടത് എന്നതാണ് നിയമം. ഒരുപാട് പേർ ചോദിച്ചതുകൊണ്ടും ഒരുപാട് പേർ അങ്ങനെയൊക്കെ മേഖലകളിൽ കൂടുതൽ മണിക്കൂർ ഈ സമയത്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടും ആണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. രമ്യമായി പരിഹരിക്കപ്പെടേണ്ട വിഷയമാണെന്ന് കൂടി ഒരിക്കൽ കൂടി പറയുന്നു. UAE സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ഏറ്റവും വലിയ ആശ്വാസത്തിന്റെ ദിവസമാണ് കോവിഡ് രോഗബാധയുടെ കണക്ക് പറയുമ്പോൾ. ഇന്ന് ഈ മെയ് 14. ഇന്നത്തെ കേസുകളുടെ എണ്ണം 1452. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത് 0.7%. 1% എത്തിയിട്ടില്ല. ഡിസംബർ 29 ശേഷമുള്ള ഈ മെയ് 14 വരെയുള്ള 5 മാസത്തിന്റേതായ കണക്ക് സൂചിപ്പിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രതിദിന രോഗബാധയാണ് ഇന്ന് UAE-യിൽ. ഇത് ഏറ്റവും വലിയ ആശ്വാസമായി മാറുകയാണ്. 3 പേരുടെ മരണം, 18,000-ലധികം ആക്റ്റീവ് രോഗബാധിതർ, 1,422 പേർ രോഗമോചനം പ്രാപിക്കുകയും ചെയ്തു. നമ്മുടെ കേരളത്തെ അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വീർപ്പുമുട്ടിക്കുന്ന, ഇപ്പുറത്ത് നോക്കിയാൽ ഒമാനെയും ബുദ്ധിമുട്ടിക്കുന്ന അറബിക്കടലിലെ ന്യൂനമർദ്ദം രൂക്ഷമായി വരികയാണ്. നാളെ വെളുപ്പിന് പല കരകളിലും ശക്തമായ മഴയായും കാറ്റായും ഇത് മാറുകയാണ്. ന്യൂനമർദ്ദം എന്നാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, എല്ലാവർക്കും അറിയാം. ചില ഏരിയകളിൽ പ്രഷർ കുറയുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് വിന്യസിക്കപ്പെടുന്ന കാറ്റ് അത് പല ഭാഗത്തേക്ക് ഉയർന്നു പോയിട്ട് അവിടെ വാട്ടറിന്റെ വേപ്പർ കണ്ടൻസ് ആയിട്ട് നിൽക്കും. അത് ക്ലൗഡിൽ ചെന്നിടിച്ചിട്ട് മഴയായി പെയ്യും, കാറ്റായി അതിശക്തമായ കാറ്റായി വരും. 204 km/h എന്ന വേഗതയിലൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ആ ഉയരുന്ന എയർ ബുദ്ധിമുട്ടുണ്ടാകാതെ പോകട്ടെ എന്ന ആശംസയും പ്രാർത്ഥനയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഇന്ന് ഓൺലൈനിലൂടെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം പറയാം. ഔട്ട്ലുക്ക് മാഗസിന്റെ കവർ മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ കോവിഡ് രോഗബാധയിൽ വീർപ്പുമുട്ടുന്ന രാജ്യത്ത് ഉത്തരവാദിത്തപൂർവ്വം ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കുന്നില്ല എന്ന ആരോപണമാണ്, ആക്ഷേപമായിട്ട് മിസ്സിംഗ് കാണുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധമായി ഔട്ട്ലുക്ക് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രംഗത്ത് വരികയും കർഷകർക്കുള്ള ആനുകൂല്യം പ്രഖ്യാപിക്കുകയും ഓക്സിജന്റെ ക്ഷാമം രാജ്യത്തുണ്ടാകില്ല എന്ന് പറയുകയും മുന്നോട്ട് പോകാൻ എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. UAE-യുടെ ഭരണാധികാരികൾ, ദുബായ് ഭരണാധികാരി, UAE-യുടെ വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്ന് അബുദാബി കിരീടാവകാശി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി സംഭാഷണം നടത്തി ഈദ് ആശംസകൾ കൈമാറി. അടുത്ത സ്റ്റെപ്പിലേക്ക് രാജ്യം പോകേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വെക്കുകയും ചെയ്തു എന്ന സൂചന പുറത്തു വരികയാണ്. UAE-യിൽ നിന്നും ഒമാനിൽ നിന്നും ആരും ഫിലിപ്പീൻസിലേക്ക് ഇപ്പോൾ വരേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി മെയ് 14 രാത്രി മുതൽ യാത്ര നിരോധിച്ചിരിക്കുകയാണ്. ഈ 2 രാജ്യങ്ങളിലും 14 ദിവസത്തിനിടയിൽ കാൽകുത്തി ആരും വരേണ്ടതില്ല എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. CBSE 12ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് റിപ്പോർട്ട് വരികയാണ്. ഈ ക്ലാസുകളിലൊക്കെ തന്നെയുള്ള ബദൽ അസസ്മെന്റ് പരിപാടികളായിരിക്കും ഇനിയുള്ള കാലത്ത്, കുറച്ചു കാലത്തെങ്കിലും കുട്ടികളുടെ യോഗ്യത നിർണ്ണയിക്കുന്നതും മാർക്ക് കൊടുക്കുന്ന ഒരു രീതിയായി മാറുന്നതും എന്ന് മനസ്സിലാക്കണം. ഡൽഹിയുടെ കാര്യം പറഞ്ഞാൽ ഇന്ന് വളരെ ആശ്വാസത്തിന്റെ എന്ന് പറയാവുന്നൊരു സൂചനയുണ്ട്. കുറേ നാളുകൾക്കിപ്പുറം, പ്രത്യേകിച്ച് പറഞ്ഞ 1 മാസത്തിനിപ്പുറം 10,000-ൽ താഴെ രോഗബാധ പ്രകടമാക്കിയ
ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. 8506 അങ്ങനെ തന്നെ താഴേക്ക് വരട്ടെ, മാറട്ടെ. ഇന്ത്യയിൽ അല്പം മുമ്പ് റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഈ മെയ് 14 24 മണിക്കൂറായിട്ടില്ല, നേരം വെളുക്കുമ്പോഴേ കണക്ക് വരുള്ളൂ. പക്ഷേ 3,14,000 കടന്നിരിക്കേണ്ട രോഗബാധ, 3,600 പേർ മരിക്കുകയും ചെയ്തിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ 162 മില്യൺ കടന്ന് മുന്നോട്ട് പോവുകയാണ് രോഗബാധയുടെ എണ്ണം. പക്ഷേ ഇപ്പോൾ ക്രിട്ടിക്കലായി കഴിയുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്നൊരു ആശ്വാസം പങ്കുവയ്ക്കുന്നു. ആ ക്രിട്ടിക്കൽ രോഗികളുടെ എണ്ണം കുറഞ്ഞാൽ ലോകം മുഴുവനും വലിയ ആശ്വാസവും സംതൃപ്തിയും സമാധാനവും ഒക്കെ കൈവരും. 2019 അവസാനം തുടങ്ങിയ അലച്ചിലാണ്. 2020 മൂർധന്യതയിൽ വന്നതാണ്. 21 നമ്മളെ പിന്തുടർന്ന് നമ്മുടെ കൂടെ വിട്ടുപോകാതെ വരുന്നതാണ്. ഇതിൽ നിന്നൊരു മോചനം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. തൊഴിലാണെങ്കിലും കച്ചവടമാണെങ്കിലും ലോകത്തെ ബിസിനസ്സും ജീവിതവും ചിന്തയും സ്വപ്നവും ഒക്കെ പഴയതുപോലെയായി വരാൻ 2019 മുമ്പുള്ള രോഗരഹിത സാഹചര്യം ഉണ്ടാകണം എന്ന പ്രാർത്ഥനയിലാണ് ലോകം. അതിനിടയിലാണ് കാലാവസ്ഥയായും വെടിവെപ്പായും മറ്റു പല കാര്യങ്ങളായും റോക്കറ്റായും മിസൈലായും ബോംബായും കൂടി വന്ന് നമ്മുടെ അസ്വസ്ഥത കൂടുതലാക്കുന്നത് എന്ന കാര്യം അറിയാം. നമ്മൾ ആത്മാർത്ഥമായ ഇടപെടലിലൂടെ ഉത്തരവാദിത്തപൂർവ്വം മുന്നോട്ട് പോകേണ്ട സമയമാണെന്ന് ഓർപ്പിച്ചുകൊണ്ടാണ് മെയ് 14 ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നത്. നന്ദി.